ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് മെലീഹ പള്ളിയിൽ പോവുകയാണേ. മെലീഹ എന്ന് പറയുന്നത് ഇവിടെ മാൾട്ടയിലുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഈ വൈറ്റ് പെയിൻ്റ് അടിച്ച ബിൽഡിംഗ് ഇല്ലേ, അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് കേട്ടോ നമ്മൾ താമസിക്കുന്നത്. ഇത് തൊട്ടടുത്തൊക്കെയുള്ള വീടുകളാണ്. നമ്മളുടെ വീടിൻ്റെ ഓപ്പോസിറ്റ് വീട്ടിലുള്ള കാറാണ് കേട്ടോ. ഇത് കണ്ടാലൊരു ടോയ് കാറ് പോലെ ഉണ്ട്, പക്ഷെ ഇത് ഒരാൾക്കിരുന്ന്, അതായത് സിംഗിൾ യൂസിന് പറ്റിയൊരു നല്ല ഭംഗിയുള്ളൊരു കാറാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മളിതിപ്പം പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പള്ളിയുടെ അങ്ങോട്ടേക്കുള്ള ആ റോഡും സ്ഥലങ്ങളൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. അപ്പോൾ നമുക്കിനി പള്ളി എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അങ്ങനെ നമ്മൾ പള്ളിയിലെത്തി. ഇത് മെലീഹ മെയിൻ ചേർച്ചാണ്. ഇതിൻ്റെ താഴെയിട്ട് മാതാവിൻ്റെ ഒരു ഗ്രോട്ടോ ഉണ്ട്. അത് ഞാൻ നിങ്ങളെല്ലാവരും കാണിച്ചു തരാം. നല്ല ഭംഗിയാണ് കാണാൻ. ഇവിടെ മാൾട്ടയിലുള്ളവരാണെങ്കിൽ മിക്കവർക്കും അറിയാൻ പറ്റും ഈ പള്ളീനെ പറ്റി. അത് നല്ല ഫേമസ് ആയിട്ടുള്ളൊരു പള്ളിയാണ്. അറിയാത്തവർക്കായിട്ടാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. പിന്നെ നമ്മുടെ കൂടെ നമ്മളുടെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട്. പിന്നെ നമ്മളിവിടെ താമസിക്കുന്നത് മാൾട്ടയിലെ സബ്ബാറാണ്. സബ്ബാറിൽ നിന്ന് മെലീഹ പള്ളിയിലേക്ക് ഏകദേശം 1 hour ദൂരമുണ്ട് കേട്ടോ കാറിലാണെന്നുണ്ടെങ്കിൽ. ഇത് പള്ളിയുടെ ഉള്ളിലത്തെ വ്യൂ ആണ്. അങ്ങനെ നമ്മൾ മാതാവിൻ്റെ ഗ്രോട്ടോ കാണാനെത്തി. ഇതൊരു ഗുഹയുടെ ഉള്ളിലാണ് കേട്ടോ ഈ മാതാവിൻ്റെ സ്റ്റാച്ചു ഇരിക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ. അതുപോലെ ഇത് കണ്ടോ, നമ്മളുടെ നാട്ടിലെ കൃപാസന മാതാവിൻ്റെ ഫോട്ടോ ഇവിടെ ഏതോ മലയാളി ആയിരിക്കണം കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. മാതാവിൻ്റെ ഫോട്ടോ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒത്തിരി പേര് ഒരുപാട് ഇൻറ്റൻഷൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ ആവശ്യങ്ങൾ ഇവിടെ അപേക്ഷ എഴുതിയിടാം. അത് സാധിച്ചു കഴിയുമ്പോൾ ഇവിടെ കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഇവിടെ ഓഫർ ചെയ്തിട്ടുണ്ട്. പിള്ളേരാവാത്ത ആൾക്കാർക്കൊക്കെ നമുക്ക് ഡ്രസ്സൊക്കെ ഓഫർ ചെയ്യാം. കുഞ്ഞുങ്ങളായി കഴിയുമ്പോൾ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കാം. അതുപോലെ പല പല ആവശ്യങ്ങൾ പല പല ലാംഗ്വേജസിലായിട്ട് ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിറങ്ങി ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് തിരിച്ചു മടങ്ങാണ്. അപ്പോൾ ഈ പള്ളിയിൽ വരാത്ത എല്ലാവരും വരണം. പുതിയ വീഡിയോയിലൂടെ കാണാം. ഹാവ് എ ഗുഡ് ഡേ.